ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? കാരമൽ പുഡിംഗ്. അതിന് വേണ്ടത് മുട്ട വേണം, പാല് വേണം, വാനില എസൻസ് വേണം, പിന്നെ പഞ്ചസാര വേണം. അത്രയും കാര്യങ്ങള് വേണം. ഗൈസ്, നമുക്കിനി പഞ്ചസാര കാരമൽ ചെയ്യണം. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിക്കണേ. 2 സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി അത് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇളക്കി കൊടുക്കണേ. കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓഫ് ആക്കാൻ പോണേ. ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങനെ ഞാൻ ഓഫ് ആക്കി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത് കണ്ടോ, നമുക്കിനി നല്ലപോലെ അങ്ങോട്ട് ഒഴിക്കാം. കണ്ടോ, ഈ പാത്രത്തിലോട്ട് അത് മൊത്തം വടിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ. എങ്ങോട്ട് കാണിച്ച് ഇങ്ങോട്ട്. അപ്പൊ ഗൈസ്, നമുക്കിനി കാരമലിന്റെ പുഡിങ്ങിന്റെ മിക്സ് തയ്യാറാക്കി എടുക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ മുട്ട വേണേ. അപ്പൊ നമുക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിക്കാം. അങ്ങനെ മുട്ട പൊട്ടിക്കണേ. 3 എണ്ണം നമുക്ക് പൊട്ടിക്കണം. ഞാൻ ഇവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. തുള്ളി പൊല്ലിക്കല്ല, ഇത് മൊത്തം ഒഴിച്ചു കേട്ടോ. മുട്ടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിനി പഞ്ചസാര അങ്ങോട്ടേക്ക് ഇടാവേ. കുറച്ച് ഒരു 2-3 തുള്ളി മതി ഗൈസ്. ഒഴിച്ചു കൊടുക്കാവേ. അങ്ങനെ നമ്മൾ വാനില എസൻസ് ഇട്ടു. ഇനി നന്നാക്കി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാവേ. അപ്പൊ ഗൈസ്, നമ്മൾ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. നമുക്കത് മൊത്തം അങ്ങോട്ട് ഒഴിക്കാവേ. മൊത്തം അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പൊ ഗൈസ്, നമുക്കിനി ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിട്ട് നമ്മൾ ഏലക്ക ഇടുന്നുണ്ട്. മിക്സ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്കിനി ഇതൊന്ന് അങ്ങോട്ടേക്ക് ചൂടാക്കിയിട്ട് അങ്ങോട്ടേക്ക് വെച്ചുകൊടുക്കാവേ. നമുക്കിതൊന്ന് ആയിട്ടുണ്ടെന്ന് നോക്കാവേ. നമുക്കൊന്ന് കുത്തി നോക്കാം. ഇത് പറ്റുന്നില്ല ഗൈസ്. പറ്റുവാണെങ്കിൽ ആയിട്ടില്ല, പറ്റുന്നില്ല, ഒട്ടുന്നുമില്ല. പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിന് പ്ലേറ്റിലോട്ട് ഇതിന് മാറ്റാവേ. നമ്മൾ മറച്ചിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൊട്ടണേ. ഇതിന് പൊക്കി നോക്കാം. സൂപ്പർ. ഹായ്, കൊള്ളാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. മുറിക്കാൻ എന്തൊരു സുഖമാ. എങ്ങനെയുണ്ട്? കൊള്ളാം. വായിൽ അലിഞ്ഞുണ്ട്. കൊള്ളാം ഗൈസ്. നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ.